ഒന്നാമത്തെ കാര്യം മുൻജന്മം ഉണ്ടോ എന്ന് തന്നെ വലിയ സംശയപ്പെട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചീത്തപ്പേരും കുറ്റപ്പെടുത്തലും എല്ലാം ഇതിൻ്റെ പേര് കേൾക്കും. ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പാചകക്കാരാ അല്ലേ, ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന കലാകാരന്മാരാ. അതല്ലാതെ ജോലി എടുത്ത് രക്ഷപ്പെട്ടിട്ടുള്ള ഏത് അമ്പാനിയും നമ്മൾ കണ്ടിട്ടുള്ളത്. ഏത് കാര്യമാണോ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് സക്സസ്. അതല്ലാതെ മറ്റുള്ള ആളുകൾ പഠിച്ച് വിദ്യാഭ്യാസം കിട്ടി അവർ IAS IPS ഡോക്ടറോ ആയി എന്ന് കരുതി നമ്മളായില്ലെങ്കിൽ നമ്മൾ മണ്ടനാവും. ഒറ്റ ചിന്താഗതി, ഞാൻ അങ്ങനെയല്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ്, എനിക്ക് നല്ല കഴിവുണ്ട്. എന്തുകൊണ്ട് കഴിവില്ല? എന്തുകൊണ്ട് ഇത് ആര് പറഞ്ഞു? മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ള 90% ആളുകൾ. ചേട്ടാ, ഈ ഹിന്ദു വിശ്വാസം അനുസരിച്ച് നമുക്ക് പല ജന്മങ്ങളുണ്ടെന്നാണ്. മുൻജന്മമുണ്ട്, ഇനി ചിലപ്പോൾ അടുത്ത ജന്മം കാണും, അങ്ങനെ പല ജന്മങ്ങളുണ്ട്. ഈ നമുക്ക് മുൻജന്മങ്ങളിൽ ഉണ്ടായിരുന്ന കഴിവുകളാണ് പല ആളുകളും ഇപ്പോൾ കാണിക്കുന്ന കഴിവുകൾ. അല്ലെങ്കിൽ ചെറിയ കുട്ടിയൊക്കെ പടം വരയ്ക്കുന്നത് അല്ലെങ്കിൽ പാട്ട് പാടുന്നതൊക്കെ മുൻജന്മ കഴിവുകളാണ് എന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ മുൻജന്മത്തിൽ നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയുമോ? എൻ്റെ അറിവ് വളരെ ചെറുതാണ്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും ഞാൻ ആരാണ് അതൊക്കെ പറയാമെന്ന്. ഞാൻ ആരുമില്ല, അതിൽ ചെറിയൊരു അറിവിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഒന്നാമത്തെ കാര്യം, മുൻജന്മം ഉണ്ടോ എന്ന് തന്നെ വലിയ സംശയപ്പെട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചീത്തപ്പേരും കുറ്റപ്പെടുത്തലും എല്ലാം ഇതിൻ്റെ പേര് കേൾക്കും. മുൻജന്മം ഉണ്ട്, ഇനിയും വരും ജന്മങ്ങളും ഉണ്ട്. ഓക്കെ, നമ്മുടെ മുൻ ജന്മത്തിൽ നമ്മുടെ കഴിവ് അത് നമുക്ക് ഈ ജന്മത്തിൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ ജീൻ മെമ്മറി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ജീൻ മെമ്മറി ഉപയോഗിച്ചിട്ട് നമുക്ക്, അങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ ചെയ്യുന്നത്. ജീൻ മെമ്മറി ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബ്രെയിനിൽ ഉണ്ട് സാധനം. അപ്പോൾ ജീൻ മെമ്മറി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു 7 ജന്മങ്ങൾ വരെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. 7 അല്ല, അത് കൂടുതൽ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. 7 എത്തുമ്പോഴേക്കും ചെയ്യുന്ന ആൾ തകർന്നു പോകും. അതായത് അവർ സ്ട്രെസ്സാവും അത്രയും മെമ്മറീസ് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ചില ആളുകൾ ജനിച്ച് കഴിയുമ്പോഴേ ഇത് തിരിച്ചറിയും. ചില ആളുകൾ ജീവിതത്തിൻ്റെ പകുതിയിലൊക്കെ വെച്ച് തിരിച്ചറിയും. ചില ആളുകൾ അവസാന കാലഘട്ടത്തിൽ ഈ സാധനം തിരിച്ചറിയുള്ളൂ. ഇത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടിട്ടാണ് സാധനം കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എനിക്ക് പാട്ട് പാടാൻ ഒരു കഴിവുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പാട്ട് പാടാൻ ഒരു താല്പര്യമില്ല. എന്നെ വല്ല എഞ്ചിനീയറിങ്ങിനോ ഡോക്ടറേറ്റിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് വിട്ടാൽ മതി എന്ന് വാശി പിടിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ വന്ന് ജനിച്ചാൽ എൻ്റെ കഴിവിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കലാപരമായ കഴിവ് പുറത്തേക്ക് എടുക്കാൻ പറ്റാതെ ജീവിതം നശിച്ചു പോയ എത്ര മനുഷ്യരുണ്ടെന്ന് പറയാം നമുക്ക് ചുറ്റും. ഒന്ന് പാട്ട് പാടാൻ, പടം വരയ്ക്കാൻ അല്ലെങ്കിൽ മറ്റു പല കഴിവുകളും ഉണ്ടായിട്ടും അവരുടെ സ്വന്തം വീട്ടിലോ നാട്ടിലോ ഒരു അംഗീകാരം കൊടുക്കാത്ത, അല്ലെങ്കിൽ അവരൊന്ന് തിരിഞ്ഞു നോക്കാത്ത, അഭിനന്ദിക്കാത്ത എത്ര അധ്യാപകരുണ്ടെന്ന് പറയാമോ? വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ആ മെന്റൽ ഫ്രസ്ട്രേഷൻ ആയിരിക്കും, മാനസികമായി തകരും. അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്യിപ്പിക്കുക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവർ, പോലീസുകാർ, ഡോക്ടർ, എത്ര പേരുണ്ടെന്ന് പറയാമോ? അവരുടെ ആഗ്രഹം അതല്ല. ഭിത്തിയിൽ വളരെ ചെറുപ്പം മുതൽ പടം വരയ്ക്കുന്ന ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ കഴിവ്, അതിലെന്തോ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ബോധമില്ലാത്ത അച്ഛനമ്മമാർക്കും ജനിച്ചു പോയതാണ് പല മക്കളുടെയും പ്രശ്നം. അല്ലെങ്കിൽ ആ ബോധമില്ലാത്തൊരു ഫാമിലി ജനിച്ചു പോയതാണ് പല മക്കളുടെയും പ്രശ്നം. മനസ്സിലാവുന്നില്ല? സ്പോർട്സിന് ഇറങ്ങിയ പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലേ, സ്പോർട്സിന് ഇറങ്ങിയിട്ട് എന്ത് കിട്ടാനാ ഇല്ലേ? ഒരു കുക്കിംഗ്, ചില ആൺകുട്ടികൾക്ക് അടുക്കള കയറി കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവർ ചെറുപ്പത്തിൽ അത് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ആ പാചകമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു സ്കില്ല് അവർക്കുണ്ട്. അത് മുൻജന്മമായിട്ട് കണക്റ്റായി കിടക്കുന്നതായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എന്നെന്ത് ചെയ്യും? അതിൻ്റെ ആവശ്യമില്ല, ഇറങ്ങിക്കോ. ഏറ്റവും മികച്ച പാചകക്കാരുള്ള പുരുഷന്മാരാ, സ്ത്രീകളല്ല. ഏറ്റവും മികച്ച രീതിയിൽ വിളമ്പാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്കാണ്. പക്ഷേ ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച പാചകം, ഏറ്റവും രുചികരമായ പാചകം ചെയ്യാൻ പറ്റുന്ന പുരുഷന്മാർക്കാണ്. കാരണം അവർക്ക് അത് എവിടെ നിന്ന് കിട്ടുന്ന ഈ സാധനം മനസ്സിലായോ? ഏറ്റവും മികച്ച രീതിയിൽ സ്ത്രീകളെ സാരി ഉടുപ്പിക്കുന്നതും പുരുഷന്മാരാണ്. ഏറ്റവും മികച്ച രീതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പുരുഷന്മാരാണ്. പല കാറ്റഗറി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പുരുഷന്മാരുണ്ട്. എന്നാൽ സ്ത്രീകൾ എൻ്റെ ഡിഫറൻ്റ് ആയ ഒരു മേഖലയാണ് അവരുടെ കഴിവുകൾ തെളിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിവുകളെ നമ്മൾ കൃത്യമായി കണ്ടെത്താൻ പറ്റണം. ഇനിയെങ്കിലും നമ്മുടെ പാരൻസ് അങ്ങോട്ട് പോകുമ്പോൾ ഈ സാധനങ്ങൾ കണ്ടെത്താൻ പറ്റാൻ ഏറ്റവും ഗുണകരം. ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം? അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്, വളരെ ചെറുപ്പം മുതൽ കുട്ടികളെ സ്പിരിച്വൽ ആക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധത്തിനോട് നമ്മൾ കണക്റ്റ് ആവുന്ന അവസ്ഥയാണ്. അതായത് ഞാൻ എന്നോട് കണക്റ്റ് ആവുന്ന അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി. നമ്മളെന്താ പഠിപ്പിക്കുന്നത്? നീ നിന്നിലോട്ട് പോവാതെ നീ കുടുംബത്തിലോട്ട് വാ, നീ അച്ഛനമ്മയിലോട്ട് വാ, നീ സമൂഹത്തിലോട്ട് വാ, നീ നിൻ്റെ ജോലിയിലോട്ട് വാ, നീ നിൻ്റെ ധനത്തിലോട്ട് വാ, നീ നിൻ്റെ പ്രൊഫഷണൽ ലൈഫിലോട്ട് വാ. ഇതിലോട്ടെല്ലാം വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിലോട്ടൊന്ന് പോകേണ്ടതായിട്ടുണ്ട്.
നമ്മൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഇതിലോട്ടെല്ലാം വരാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവില്ലായ്മയും നമ്മുടെ കഴിവ് കേടുകളും നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് ഈ സ്ഥലങ്ങളിൽ മുഴുവനും ആയിരിക്കും അല്ലേ. അപ്പം മനസ്സിലാക്കി നോക്കി, കൃത്യമായ മെഡിറ്റേഷൻ വളരെ ചെറുപ്പം മുതൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരെ കൃത്യമായ സ്പിരിച്വൽ വേരോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവരുടെ മാർഗം എന്താണ്, അവരെന്താണ് ചെയ്യേണ്ടത്, അവരുടെ കഴിവ് എവിടെയാണ് കിടക്കേണ്ടത്. ഒന്ന് ആലോചിക്കുക, രാഹുലിന് വളരെ ചെറുപ്പത്തിൽ ഒരു 8, 9, 10 വയസ്സുള്ള സമയത്ത് രാഹുൽ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആരായനെ? അതെ, അയാളായനെ. ഒന്ന് ആലോചിക്കുക, 8 വയസ്സ് മുതൽ ഈ ഇത്രയും വർഷം, ഒരു 10, 15, 20 വർഷം കൂട്ടിക്കോ, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറിയാനെ. പാചകത്തിലാവട്ടെ, മ്യൂസിക്കിലാവട്ടെ, കലാപരമായ കാര്യങ്ങളിലാവട്ടെ, എന്തിലാവട്ടെ, ഏതെങ്കിലും ഒന്നിൽ കഴിവ് തെളിയിച്ചാൽ അവൻ ലോക പ്രശസ്തനായി. ഇതെന്നാ നമ്മൾ തിയറി മനസ്സിലാക്കുക അല്ലേ. ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന പാചകക്കാരാ അല്ലേ, ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന കലാകാരന്മാരാ. അതല്ലാതെ ജോലി എടുത്ത് രക്ഷപ്പെട്ടിട്ടുള്ള ഏത് അംബാനിയും നമ്മൾ കണ്ടിട്ടുള്ളത്. ജോലി എടുത്ത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. കാരണം ജോലി എടുത്താൽ കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി എടുക്കുന്നത്. അതായത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. ബിസിനസ് പരമായിട്ടോ കലാപരമായിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൂടെ പോയ ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ എനിക്കൊണ്ട് തലമുറകൾ മൊത്തം ചേഞ്ച് ആയി തുടങ്ങി. ഇപ്പോഴും നമ്മുടെ കുറച്ച് മുന്നുള്ള പാരൻസ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതാ. ടീച്ചർമാർ ഒരു ബുക്കിൻ്റെ പുറകിൽ പടം വരച്ചാൽ സമ്മതിക്കാത്ത കാലഘട്ടമുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. വിളിച്ച് വരുത്തി അടി കൊടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ബോർഡിൽ പടം വരച്ച, ഒരു ഭിത്തിയിൽ പടം വരച്ച. എന്നാൽ ആലോചിച്ച് നോക്ക്, ആ കുട്ടിയുടെ കഴിവതാ. അതിനകത്ത് വേറെ പ്രശ്നം തരാമോ? ഈ ഭിത്തിയിൽ പടം വരയ്ക്കുകയും ഈ പേപ്പറിനകത്ത് പടം വരയ്ക്കുകയും ഇങ്ങനെ പാട്ട് പാടി നടക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കഴിവ് കുറവായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാനും അത് എക്സാം സമയത്ത് എഴുതാനും ഇതിനെ ഡീകോഡ് ചെയ്യാനൊക്കെയുള്ള സ്കില്ല് വളരെ കുറവാണ്. കാരണം അവരുടെ കഴിവ് കിടക്കുന്നത് ക്രിയേറ്റീവാണ്, കലാപരമായ കാര്യത്തിലാണ് അവരുടെ കഴിവ് എടുക്കുന്നത്. അവിടെ ആയിരിക്കും അവർ പഠിപ്പിക്കുമ്പോഴും അവരുടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴും അവരുടെ ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോഴും ഇവരുടെ ചിന്ത മുഴുവനും അവിടെയാണ്. പാട്ട് പാടുക, പടം വരയ്ക്കുക, അവരൊരു പിക്ചർ കാണുക. ടീച്ചറെ കാണുമ്പോൾ മുഴുവനും ഈ ടീച്ചറെ എങ്ങനെ വരയ്ക്കാന്നായിരിക്കും ഇവർ ആലോചിക്കുന്നത്. ടീച്ചർ എന്താണ് പറയുന്നതെന്നായിരിക്കില്ല ഈ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്. അപ്പം മുദ്ര കൊത്തും, എന്താ പഠന വൈകല്യം, പൊട്ടനാണ്, മണ്ടനാണ്. മനസ്സിലായോ? എന്നാൽ ആലോചിച്ച് നോക്ക്, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ പാരൻസിന് അറിയാൻ പാടില്ല സാധനം. അവൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പടം വരച്ചുകൊണ്ടിരിക്കുക. അതിനെന്താ പ്രശ്നം? എന്തിനാ അവിടെ ഈഗോ ഹേർട്ടാവണെന്തിനാ? ക്ലാസ് എടുക്കുന്ന സമയത്ത് പടം വരയ്ക്കുന്നുള്ളതല്ല പ്രശ്നം. എക്സാം സമയത്ത് മാർക്ക് ഉണ്ടെങ്കിൽ ജയിപ്പിക്കുക, അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്ക്, ഒരു 65 വയസ്സുള്ള ഒരു അങ്കിൾ എന്നെ കാണാൻ വേണ്ടി വരാം. അങ്കിള് കുറേ മനുഷ്യരുടെ അടുത്ത് കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെ പോയൊരു അങ്കിള് വന്നിട്ട് ഭയങ്കര സങ്കടപ്പെടാം. എന്താ അങ്കിളുടെ പ്രശ്നം? അങ്കിളൊരു 20ാമത്തെ വയസ്സ് മുതൽ ജോലിക്ക് ഇറങ്ങിയതാണ്. അങ്കിള് തമിഴ്നാട്ടിൽ ഉൾപ്പെടെ കൃഷി ചെയ്തു, ഒരുപാട് ബിസിനസ് നടത്തി. അതൊരു 10-25ഓളം ബിസിനസ്സുകൾ നടത്തി. ഭാര്യയായിട്ടൊന്നും വളരെ സ്നേഹത്തിലല്ല, കുഞ്ഞുങ്ങളായിട്ടൊന്നും സ്നേഹത്തിലല്ല, ബന്ധുക്കാരൊക്കെ ആയിട്ട് പ്രശ്നം, എല്ലാം പ്രശ്നം. അങ്കിൾ എടുത്ത് നോക്കുമ്പോൾ 65ാമത്തെ വയസ്സിൽ അങ്കിള് ആകെ സങ്കടപ്പെട്ടാണ് വന്ന് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. കരയാണ് മുന്നിൽ വന്നിരുന്നത്. കിട്ടിയ പൈസ മുഴുവനും ഇതുപോലുള്ള തെറാപ്പീസും കൺസൾട്ടേഷനും സ്പിരിച്വൽ കാര്യങ്ങളും ആൾക്കാർക്ക് കൊണ്ട് കൊടുത്തിട്ട് തീർന്നു. അവസാനമായിട്ട് വരുന്ന എന്താ കാര്യം? വളരെ സിമ്പിൾ വിഷയം രാഹുൽ. എന്താണെന്നറിയാമോ? ഈ അങ്കിള് വളരെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ പൊട്ടനെന്നും മണ്ടനെന്നും വിളിച്ചു അങ്കിള് ടീച്ചർമാർ. അതായത് അങ്കിളിന് ബിസിനസ് ചെയ്യണമെന്ന് മൊത്തം ആഗ്രഹം, കച്ചവട മൈൻഡാ. എങ്ങനെ 1 രൂപ ഉപയോഗിച്ച് 2 രൂപ എങ്ങനെ ഉണ്ടാക്കാം, ഇതാണ് മൈൻഡ് മൊത്തം. പഠിക്കുന്ന സമയത്ത് എന്ത് പറ്റി? പഠിക്കുന്നില്ല. മറ്റേത് ബൈഹാർട്ട് പഠിച്ചാലാണല്ലോ കഴിവുള്ളൂ നമ്മുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ബൈഹാർട്ട് പഠിക്കുന്നില്ല, മണ്ടനായി, പൊട്ടനായി. ഈ വിളി കൂട്ടുകാരെ ഏറ്റെടുത്തു. അറിയാലോ, ഒരു ക്ലാസ്സിൽ മണ്ടനെന്ന് പൊട്ടനെന്ന് വിളിച്ചാൽ ആ സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന വരെ മണ്ടനെന്ന് പൊട്ടനെന്ന് കൂട്ടുകാരന്മാരുടെ വിളിയാക്കും. കൂട്ടുകാരന്മാർ തമാശയ്ക്ക് വിളിക്കുന്നതൊക്കെ ശരിയാണ്. വീട്ടുകാരും ഏറ്റെടുത്തു, ബന്ധുക്കാരും ഏറ്റെടുത്തു. അവൻ എന്താ പറഞ്ഞാൽ അവൻ പൊട്ടനാ, അവൻ മണ്ടനാ. ഈ വിളി കേട്ട് പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഒരു പൊട്ടനും മണ്ടനാണെന്ന് പുള്ളി അങ്ങ് വിശ്വസിച്ച്. എന്ത് പറ്റി? വിവാഹം കഴിച്ചു, പരാജയപ്പെട്ടു. കാരണം എന്താ? പുള്ളി പൊട്ടനാണ്, മണ്ടനാണ്, പുള്ളിയുടെ വിശ്വാസം. കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല. ബിസിനസ് നടത്തി, ബിസിനസ് നല്ലോണം നടത്തും, പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം പുള്ളിയുടെ മനസ്സിലുള്ളത് എന്താ? പുള്ളിക്ക് കഴിവില്ല എന്നാ. എല്ലാ ബിസിനസ്സും പൊട്ടിപ്പോയി, എല്ലാ കാര്യങ്ങളും പരാജയപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 65ാമത്തെ വയസ്സിൽ ആ വ്യക്തി. അപ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ കൊടുത്ത് തെറാപ്പി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞ് എടുത്ത പെയിനും സങ്കടവും ഇന്നും
65-ാമത്തെ വയസ്സിൽ ആ വ്യക്തി അനുഭവിക്കുക, അതിൻ്റെ എഫക്റ്റ് അനുഭവിക്കുക. ആരെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിനോട് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച്, മോനെ നീ പൊട്ടനോ അല്ല, നീ മണ്ടനോ അല്ല, നീ വളരെ കഴിവുള്ള ഒരാളാണ്, നിനക്ക് എന്ത് കഴിവുണ്ട് എന്ന് സ്വന്തം ഭാര്യയോ മക്കളോ ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി രക്ഷപ്പെട്ടു പോയേനെ. പുള്ളിയോട് ഞാനാ പറയുന്നത് അത് ആദ്യമായിട്ട്, ചേട്ടാ അങ്ങനെയല്ല, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? കഴിവെന്ന് പറയുന്നത് എന്താ? എവിടെയെങ്കിലും പ്രത്യേകം എഴുതി വെച്ചിരിക്കുന്ന ഒന്നാണോ? അല്ല, നമുക്ക് എന്ത് കാര്യം ഏറ്റവും മനോഹരമായി ചെയ്യാൻ പറ്റുന്നോ ആ കാര്യത്തിൽ തെറ്റുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഴിവ്. അത് പാചകമാവാം, ചിലപ്പോൾ ബാത്റൂം വൃത്തിയാക്കുന്നതാവാം, ചിലപ്പോൾ മുടിവെട്ടാവാം, ചിലപ്പോൾ തെങ്ങിൽ കയറി തേങ്ങ ഇടുന്നതാവാം, അത് എന്ത് വേണമെങ്കിലും ആവാം. ആ ഒരു കാര്യം, ഏത് കാര്യമാണോ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് സക്സസ്. അതല്ലാതെ മറ്റുള്ള ആളുകൾ പഠിച്ച് വിദ്യാഭ്യാസം കിട്ടി അവർ IAS IPS ഡോക്ടറോ ആയി എന്ന് കരുതി നമ്മളായില്ലെങ്കിൽ നമ്മൾ മണ്ടനാവോ? ഇല്ലല്ലോ. ഇത് എന്തെങ്കിലും ഡിഫറൻറ്റാണ്. അപ്പം നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെയോ ഈ കഴിവ് എന്ന് പറയുന്ന സാധനത്തിനെ ഇന്ന കാറ്റഗറിയിൽ മാത്രമാണ് ഉൾപ്പെടുത്താവൂ, ബാക്കിയുള്ള കാറ്റഗറിയുള്ള ആളുകളൊന്നും കഴിവില്ലാത്ത ആളുകളാണ്. ചിന്തിച്ച് നോക്കി, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, ബസ് പണിക്കാർ, ഈ പറയുന്ന സാധാരണ ജോലിക്കാർ, പെയിൻറ്റ് പണിക്കാർ, ടൈല് പണിക്കാർ, കരിങ്കല്ല് പണിക്കാർ, ഇവരെല്ലാം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നമ്മളല്ല, സമൂഹത്തിൻ്റെ ഒരു ഭാഗം ആളുകൾ കാണുന്നത് കഴിവില്ലാത്തവരായിട്ടാണ്. ഇവരുടെ കഴിവില്ലായ്മ ഇവർ ചെറുപ്പം മുതലേ കേട്ട് ഇവർ സങ്കടപ്പെട്ട് ജീവിതത്തിൽ വേദനിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ത് പറ്റും? ശ്രദ്ധിച്ച് നോക്കിക്കോ, ഇവരുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാവില്ല അവർക്ക്. എന്താ കാര്യം എന്ന് പറയുമ്പോൾ, ഇവർ കേട്ടിരിക്കുന്ന മുഴുവനും ഇങ്ങനെയൊക്കെയാ, അവനങ്ങനെയൊക്കെയാ, അത് ഇതിലൊക്കെ ജോലിയാണ്, രക്ഷപ്പെടുന്നില്ല, സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ രക്ഷപ്പെടില്ല, നന്നാവില്ല എന്നുള്ള വാക്കുകൾ കേട്ട് അവർക്ക് തന്നെ മനസ്സിലായി എന്ത് രക്ഷപ്പെടണം, എന്ത് ഇങ്ങനെയൊക്കെ ജീവിച്ച് പോവാം, പണിയെടുക്കാം, ജീവിക്കാം, ഇത്രയേ ഉള്ളൂ. ഈ മൈൻഡ് സെറ്റിലോട്ട് എത്തും. നീ പറഞ്ഞു തന്നെ എന്താന്ന് പറഞ്ഞാൽ, ഈ അപ്പച്ചന് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവരുടെ ഈ ചിന്തയാണ് ഇവരിലോട്ട് പണം എത്താത്തത്, ഇവരുടെ നല്ല ബന്ധങ്ങൾ എത്താത്തത്, ഇവർ ജീവിതത്തിൽ നടത്ത ഗേഡിലോട്ട് പോകാതെ ഒറ്റ നിമിഷം അവരുടെ ജീവിതം ചേഞ്ച് ആവും. ഒരൊറ്റ ചിന്താഗതി, ഞാൻ അങ്ങനെയല്ല, ഞാൻ വളരെ സ്ട്രോങ്ങാണ്, എനിക്ക് നല്ല കഴിവുണ്ട്. എന്തുകൊണ്ട് കഴിവില്ല? ഇത് ആര് പറഞ്ഞു? മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ള 90% ആളുകൾ. മറ്റുള്ളവർ പറഞ്ഞിട്ട്, ആര് പറഞ്ഞിട്ട്? സ്വന്തം അച്ഛൻ, സ്വന്തം അമ്മ, സ്വന്തം ഭാര്യ, മക്കൾ. ഞാൻ ചോദിക്കട്ടെ രാഹുൽ, ഇവരാണോ നമ്മുടെ കഴിവ് നിശ്ചയിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ അച്ഛനാണോ നമ്മുടെ കഴിവ് നിശ്ചയിക്കേണ്ടത്? ഒരിക്കലും അല്ല. നമ്മുടെ അമ്മയാണോ നമ്മുടെ കഴിവ് നിശ്ചയിക്കേണ്ടത്? നമ്മുടെ കൂടെ താമസിക്കുന്ന നമ്മുടെ ഭാര്യയാണ് നമ്മുടെ കഴിവ് നിശ്ചയിക്കേണ്ടത്? അല്ല. നമ്മളെന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയതുകൊണ്ടാണ് അവർ നമ്മളെ കുറ്റം പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേടുകളും നിശ്ചയിക്കേണ്ടത് നമ്മളായിരിക്കണം. നമ്മുടെ കഴിവുകേടാണെങ്കിൽ അത് തിരുത്താനും കഴിവാണെങ്കിൽ അത് വളർത്തി കൊണ്ടുവരാനും നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ഒരുത്തനും വരില്ല. കാരണം എന്താ? നമ്മുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ മാത്രമാണ്. അതല്ലാതെ അത് മറ്റുള്ളവരുടെ ഒരു ഉത്തരവാദിത്തമല്ല. എൻ്റെ ഭാര്യ സപ്പോർട്ട് ചെയ്തില്ല, എൻ്റെ അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തില്ല, എൻ്റെ അധ്യാപകൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ല. അവരുടെ ജോലി അതല്ല. അവരുടെ ജോലി എൻ്റെ ഡിഫറൻറ്റാണ്. അവരുടെ ജോലി എന്താ? അത് അവർ കൃത്യമായി ചെയ്തു പോകുന്നുണ്ട്. ഇത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ കൃത്യമായി നമ്മൾ ട്രാക്ക് ചെയ്ത് നമ്മൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ ജീവിതത്തിൽ അടിപൊളിയാവാം. അതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിലയില്ലാത്തൊരു സാധനം എന്താണെന്ന് അറിയാം? സ്നേഹം, ആത്മാർത്ഥം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഒരു വിലയില്ല. എന്നാൽ വിലയുള്ള മനുഷ്യർക്ക് നമ്മളത് കൊടുക്കുന്നുണ്ടോ? അതൊട്ടില്ല താനും. നമുക്ക് എപ്പോഴും നമ്മളെ പറ്റിക്കുന്ന, നമ്മളെ ചതിക്കുന്ന, നമ്മളെ ചീറ്റ് ചെയ്യുന്ന, നമ്മളെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം, ഇഷ്ടം. അവിടെ കൊണ്ട് നമ്മൾ ജീവിതം വയ്ക്കും, അവർ ജീവിതം അങ്ങ് ചവിട്ടി അടച്ചിട്ട് അങ്ങ് പോയി കളയും. അവസാനം ദൈവം ഇതെല്ലാം ചെന്ന് അവസാനം ദൈവത്തിൻ്റെ തലയിൽ പോയി വീഴുകയും ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കുറച്ച് ബോധത്തോടെ, ഞാനെന്ന ബോധത്തിലോട്ട് എത്തി കുറച്ച് സ്പിരിച്വൽ ആവുക, കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ച് സാധനങ്ങളോ ജപങ്ങളോ എന്തെങ്കിലുമൊക്കെ സ്വീകരിച്ച് ഒന്ന് വളരെ കൃത്യമായി ട്രാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ അടിപൊളിയാവും. പൈസ മുടക്കില്ലാത്തൊരു കാര്യമോ ഇതെല്ലാം.